നമസ്കാരം. ബെസ്റ്റ് മീഡിയ ടാക് ഹിന്ദി സ്കൂൾ ഓഫ് ലേണിംഗ് ക്ലാസ്സിലേക്ക് 9ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാഠപുസ്തകത്തിൽ നിന്ന് വരുന്ന പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം നോക്കാം. കഹാനി കെ പാത്രോം കി വിശേഷതായും പഹചാനേം സഹി മിലാൻ കരേ. കഥാപാത്രങ്ങളുടെ പ്രത്യേകതകൾ തിരിച്ചറിയാം, ശരിയായി ചേർത്തെഴുതാം. ഇവിടെ കഥാപാത്രങ്ങളായ നട്കട്ട്, ചട്പട്ട് അവരുടെ വിശേഷതകളാണ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് കറക്റ്റായിട്ട് എഴുതാം. नटखट को कागज़ की नाव बनाना आता है. चटपट को नदी में तैरना आता है. नटखट बाग से आम तोड़ता है. चटपट माम से शिकायत करता है. नटखट बरगद की जड़ें पकड़कर झूला झूलता है. चटपट छोटे का हाथ पकड़कर दौड़ता है. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. कहानी से शब्द जोड़े चुने अपने वाक्य में प्रयोग करें. കഥയിൽ നിന്ന് ജോഡിയായി വരുന്ന വാക്കുകൾ തിരഞ്ഞെടുക്കാം, സ്വന്തം വാക്യത്തിൽ പ്രയോഗിക്കാം. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ബായി ഓർ മേം സാത്ത് സാത്ത് പഠിത്തേ ഓർ സാത്ത് സാത്ത് ഹി കേൾത്തേ. ചേട്ടനും ഞാനും ഒരുമിച്ചാണ് പഠിക്കുന്നതും ഒരുമിച്ചാണ് കളിക്കുന്നതും. അതുപോലെ ചേർത്ത് എഴുതണം. പാഠഭാഗത്തു നിന്നും ഉള്ള അതുപോലുള്ള വാക്കുകൾ തിരഞ്ഞെടുത്തിട്ട് ഇതേപോലെയാണ് നമ്മൾ ചേർത്ത് എഴുതേണ്ടത്. ബായ് ഓർ മേം സാത്ത് സാത്ത് സ്കൂൾ ജാത്തെ ഓർ സാത്ത് സാത്ത് ഹി വാപ്പസ് ഘർ ആത്തെ. ഇനി അടുത്തത് ബായ് തേസ് തേസ് ചൽത്ത ഓർ മേം ധീരെ ധീരെ ചൽത്ത. മേം കാഗസ് കി നാവേം ഏക് ഏക് കർക്കെ പാനി മേ ബഹാത്ത. അടുത്ത ടെസ്റ്റ് വർക്ക് നോക്കാം. झटपट को तैरना आता है. नटखट को नाव बनाना आता है. लिखिए आपको क्या क्या आता है. झटपट ने नींदाना അറിയാം. तैरना आता है. झटपट को तैरना आता है. नटखट को नाव बनाना आता है. നട്ട്കട്ടിന് വള്ളം ഉണ്ടാക്കാൻ അറിയാം, അതായത് തോണി ഉണ്ടാക്കാൻ അറിയാം. ലിഖിए आपको क्या क्या आता है. നിങ്ങൾക്ക് എന്തൊക്കെ അറിയാമെന്ന് എഴുതൂ. അതാണ് അടുത്ത ടെസ്റ്റ് വർക്ക്. ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ജയ്സെ മുझे സൈക്കിൾ ചലാന ആത്താ ഹെ. എനിക്ക് സൈക്കിൾ ഓടിക്കാനറിയാം. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എന്താണോ അറിയുന്നത് അത് ഇവിടെ എഴുതി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 ഉദാഹരണങ്ങൾ കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഫുട്ബോൾ കളിക്കാനറിയാമെങ്കിൽ അത് എഴുതി കൊടുക്കാം. മുझे ഫുട്ബോൾ ഖേൽന ആത്താ ഹെ. ഇനി നിങ്ങൾക്ക് പാട്ട് പാടാനറിയാമെങ്കിൽ മുझे ഗീത് ഗാന ആത്താ ഹെ. പാട്ട് പാടാനറിയാം. ഇനി നിങ്ങൾക്ക് പട വരക്കാനറിയാമെങ്കിൽ മുझे ചിത്ര ഖീഞ്ചന ആത്താ ഹെ. നിങ്ങൾക്ക് എന്താണോ അറിയുന്നത് അതിവിടെ എഴുതി കൊടുക്കാം. അടുത്തത് സഹി പ്രസ്താവ് ചുൻകർ ലിഖിए. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതാം. ഇവിടെ 5 വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതാം. ദോനോ ഭായ് അപ്പനെ ഗാവ് കി സ്കൂൾ മേ പഠിത്തേ ഹെ. 2 സഹോദരന്മാരും അവരുടെ ഗ്രാമത്തിലെ സ്കൂളിലാണ് പഠിക്കുന്നത്. അത് തെറ്റാണ് അല്ലേ? അപ്പോൾ അത് എടുത്തെഴുതണ്ട. അടുത്തത് നട്കട്ട് കോ ഗിട്ടി പൈറാന ആത്താ ഹെ. നട്കട്ടിന് കല്ല് എറിയാനറിയാം. അപ്പോൾ അത് ശരിയാണ്. നട്കട്ട് ഹമേഷ രോത്തെ ഹുയി സ്കൂൾ ആത്താ ഹെ. നട്കട്ട് എപ്പോഴും കരഞ്ഞുകൊണ്ടാണ് സ്കൂളിൽ പോകുന്നത്. അപ്പോൾ അത് തെറ്റാണ്. ബഡാ ഭായ് 5വീ കക്ഷാമേ പഠിത്താ ഹെ. മൂത്ത ചേട്ടൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അത് ശരിയാണ്. झटपट को स्कूल के रास्ते में कई बार छोटे का इंतज़ार करना पड़ता है. झटपട്ടിന് സ്കൂളിൽ പോകുന്ന വഴിയിൽ പല പ്രാവശ്യവും അനുജനെ കാത്തു നിൽക്കേണ്ടി വരാറുണ്ട്. അതും ശരിയാണ്. അടുത്ത ടെസ്റ്റ് വർക്ക് നോക്കാം. അനുഭവ് ബാണ്ഡെ. അനുഭവ് പങ്കുവയ്ക്കാം. झटपट और नटखट एक दूसरे को नाव बनाना और नदी में तैरना सिखाने का वादा करते हैं. इसी प्रकार का आपका कोई अनुभव बांटे. झटपട്ടും നട്ട്കട്ടും പരസ്പരം തോണി ഉണ്ടാക്കാനും നദിയിൽ നീന്താനും പഠിപ്പിക്കാമെന്ന് വാക്കുകൊടുക്കുന്നു. ഇതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും അനുഭവം പങ്കുവയ്ക്കാം. ഇവിടെ ഒരു ഉദാഹരണം കൊടുക്കുന്നുണ്ട്. സ്കൂൾ में 8वीं कक्षा में पढ़ते समय मेरा एक दोस्त था प्रणव. സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, പ്രണവ്. വഹ് അംഗ്രേസി മേ ചതുർ ത. അവന് ഇംഗ്ലീഷ് നന്നായി അറിയാമായിരുന്നു. ലേക്കിൻ വഹ് ഗണിത് മേ പിച്ചഡ് ത. എന്നാൽ അവൻ മാത്സിൽ
പിന്നിലായിരുന്നു. മേ ഗണിത് മേ നിപുൺ താ, എനിക്ക് മാത്സ് നന്നായിട്ട് അറിയാമായിരുന്നു. ലേക്കിൻ മുझे അംഗ്രേസി നഹി ആതാ താ, എന്നാൽ ഇംഗ്ലീഷ് എനിക്ക് അറിയില്ലായിരുന്നു. ഏക് ദിൻ പ്രണവ് നെ കഹാ കി വഹ് മുझे അംഗ്രേസി സിഖായെ, ഒരു ദിവസം അവൻ എന്നോട് പറഞ്ഞു അവൻ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരാം. ഇസ്കെ ബദലെ മേ ഉസെ ഗണിത് സിഖാന, അതിന് പകരം ഞാൻ അവന് മാത്സ് പഠിപ്പിച്ചു കൊടുക്കാം. ഹം ദോനോ വാദാ കിയെ, ഞങ്ങൾ രണ്ടുപേരും പ്രോമിസ് ചെയ്തു. കുച്ച് ദിനോं के बाद हम दोनों ഗണിത് और അംഗ്രേസി में अच्छे बने, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ രണ്ടുപേരും മാത്സിലും ഇംഗ്ലീഷിലും മിടുക്കരായി. ഹമാരി ദോസ്തി ബി ബഡി, ഞങ്ങളുടെ സൗഹൃദവും വർദ്ധിച്ചു. അടുത്ത ടെസ്റ്റ് വർക്ക് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. झटपट ने नदी में कूदकर नटखट की जान बचाई. मान लें इस पर स्कूल में बधाई समारोह हो रहा है. इसके लिए പോസ്റ്റർ തയ്യാർ കരേ. ഛട്പട്ട് നദിയിലിറങ്ങി നട്കട്ടിൻ്റെ ജീവൻ രക്ഷിച്ചു. സ്കൂളിൽ അനുമോദന സമ്മേളനം നടക്കുന്നു എന്ന് കരുതുക. അതിനുള്ള പോസ്റ്റർ തയ്യാറാക്കാം. അപ്പം അതിൻ്റെ ഒരു മോഡൽ ഇവിടെ കൊടുക്കുന്നുണ്ട്. അടുത്തത് ചർച്ചാ കരേ. मान लें आपको तैरना नहीं आता, नटखट की जान बचाने के लिए आप क्या करते. നിങ്ങൾക്ക് നീന്താൻ അറിയില്ല എന്ന് കരുതുക. നട്കട്ടിൻ്റെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം? നട്കട്ട് പാനി में गिरते देखकर मैं जोर से चिल्लाकर लोगों को बुलाऊंगा. നമുക്ക് വേണമെങ്കിൽ ഒരാൾ വെള്ളത്തിൽ വീഴുന്നത് കണ്ടാൽ നമുക്ക് ഉച്ചത്തിൽ ബഹളം വെച്ചിട്ട് ആൾക്കാരെ വിളിക്കാം അല്ലേ. और उसको बचाने के लिए उनसे प्रार्थना करूँगा, നമുക്ക് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരോട് അപേക്ഷിക്കാം. അടുത്ത ടെസ്റ്റ് വർക്ക് നോക്കാം. समझे लिखें. नमूने देखें, രേഖാങ്കിത അംശു पर ध्यान दें, അർത്ഥഭേദം समझें. മാതൃക നോക്കാം, അടിവരയിട്ട ഭാഗങ്ങൾ ശ്രദ്ധിക്കാം, അർത്ഥവ്യത്യാസം മനസ്സിലാക്കാം. ഇവിടെ 2 കോളങ്ങളാണ് തന്നിട്ടുള്ളത്. ഒന്ന് സാമാന്യ വർത്തമാനകാലത്തിലും മറ്റൊന്ന് താത്കാലിക വർത്തമാനകാലത്തിലുമാണ് കൊടുത്തിട്ടുള്ളത്. സാമാന്യ വർത്തമാനകാലത്തിൽ പ്രവൃത്തി നടക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. താത്കാലിക വർത്തമാനകാലത്തിൽ പ്രവൃത്തി നടന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. അത് പൂർത്തിയായിട്ടില്ല, അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ മാതൃക നോക്കാം. झटपट दौड़ लगाता है, झटपट दौड़ लगा रहा है. ആദ്യത്തേതിൽ झटपट ഓടാൻ തുടങ്ങുന്നു, രണ്ടാമത്തേതിൽ झटपट ഓടാൻ തുടങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ झटपट ഏകവചനമായതുകൊണ്ടാണ് लगाता है എന്ന് വന്നത്. അടുത്ത നോക്കാം. झटपट और नटखट दौड़ लगाते हैं. ഛട്പട്ടും നട്കട്ടും ഓടാൻ തുടങ്ങുന്നു. ഇവിടെ ബഹുവചനമാണ്, അതുകൊണ്ടാണ് ലഗാത്തേ ഹേം വന്നത്. അടുത്ത കോളം നോക്കാം. झटपट और नटखट दौड़ लगा रहे हैं. ഛട്പട്ടും നട്കട്ടും ഓടാൻ തുടങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അടുത്തത് മച്ഛലി തൈർത്തി ഹേ, മത്സ്യം നീന്തുന്നു. മച്ഛലി എന്നുള്ളത് സ്ത്രീലിംഗമാണ്, അതുകൊണ്ട് തൈർത്തി ഹേ. മച്ഛലി തൈർ രഹി ഹേ, മത്സ്യം നീന്തിക്കൊണ്ടേയിരിക്കുന്നു. നദിയാം ബഹത്തി ഹേ, നദികൾ ഒഴുകുന്നു. നദിയാം എന്നുള്ളത് ബഹുവചനമാണ്, അതുകൊണ്ട് ഹേ ബഹത്തി ഹേ. നദിയാം ബഹ് രഹി ഹേ, നദികൾ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അടുത്ത പ്രവർത്തനം നോക്കാം. നമൂനയ്ക്ക് അനുസാർ വാക്യ ബദൽ കർ ലിഖേ. മാതൃകയനുസരിച്ച് വാക്യങ്ങൾ മാറ്റി എഴുതാം. നട്കട്ട് രോത്താ ഹേ, നട്കട്ട് കരയുന്നു. രണ്ടാമത്തെ കോളത്തിൽ ബ്ലാങ്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് നട്കട്ട് രോ രഹാ ഹേ, നട്കട്ട് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇനി ആദ്യത്തെ കോളത്തിൽ ബ്ലാങ്ക് ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ കോളത്തിൽ झटपट और नटखट स्कूल से आ रहे हैं. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ നമുക്ക് झटपट और नटखट स्कूल से आते हैं കൊടുക്കാം. ഇനി കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ കോളത്തിൽ മൂന്നാമത്തത് കൊടുത്തിട്ടുണ്ട്. नाव चल रही है, തോണി
ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ നമുക്ക് നാവ് ചൽത്തി ഹേ, തോണി ഒഴുകുന്നു. ഇനി ആദ്യത്തെ കോളത്തിൽ ലാസ്റ്റത്തെ വാക്യമാണ് വായിക്കാനുള്ളത്. സർദിയാം ശുരു ഹോത്തി ഹേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സർദിയാം ശുരു ഹോ രഹി ഹേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ ഈ പാഠഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആൻസറും 1 വേർഡ് ക്വസ്റ്റ്യൻസ് അതുപോലെ കോൺവെർസേഷൻ ഇതൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.